അപ്പൊ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതില് ഇങ്ങനത്തെ ആമന്റെ മോതിരം പഞ്ചലോഹാണ് കേട്ടോ. ഇതും നമ്മൾ പേരടിച്ച മോതിരം അതുണ്ടാവും. അതിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേരടിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഈ ബ്ലാക്കും ഈ വൈറ്റും കളറില് ഇതൊന്നും ഗോൾഡ് അല്ല, റോൾഡ് ഗോൾഡ് ആണ്. നമ്മള് മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയാ, റോൾഡ് ഗോൾഡ് ഗ്യാരണ്ടി ഐറ്റംസ് ആണ്. ഈ കമ്മലും അതന്നെയാണ് കേട്ടോ. നല്ല ഗോൾഡിന്റെ ഫിനിഷിങ് വരുന്ന സാധനങ്ങളാണ്. അപ്പൊ വേണമെന്നുള്ളവര് എനിക്ക് ഇത് കുറെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ ഇറക്കിയിട്ടുണ്ട് സാധനങ്ങള്. ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ചേച്ചിയോട് ആരൊക്കെയാണോ ഇതിനെപ്പറ്റി ചോദിച്ചത് അവർക്കൊക്കെ വേണ്ടി ചേച്ചി സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചേച്ചിയുടെ നിന്ന് സാധനം മേടിക്കുക. 5 പിള്ളേരെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങി വരുന്നത്. നല്ല കാര്യം, നല്ല കാര്യം. 5 പിള്ളേരെ അവർ ഒറ്റയ്ക്കാണ് പോറ്റുന്നത്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ അതിനു വേണ്ടി ചേച്ചി വല്ല കാര്യവും അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത്? ചേച്ചി തുടങ്ങുന്ന ഈ ഓൺലൈൻ ബിസിനസ്സിന് നേരത്തെ ക്രീം തുടങ്ങി, ഇപ്പം ദേ വളയമാല ഇറക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ തുടിക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, നല്ല കാര്യം. പക്ഷേ ഇതിനൊക്കെ ട്രേഡിംഗ് ലൈസൻസ് വല്ലതും ഉണ്ടോ? അല്ല, ഇനിയിപ്പം മറ്റേ മുഖത്തെ ക്രീമിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ ക്രീം കച്ചവടത്തിന് കോസ്മെറ്റിക് മാനുഫാക്ചറിങ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ വേണം. അതുവല്ല ഉണ്ടോ ചേച്ചി? പിന്നെ ഞാൻ അറിഞ്ഞത് വെച്ച് ഈ കോസ്മെറ്റിക് മാനുഫാക്ചറിങ് ലൈസൻസ് ആണ് ബേസിക്കായിട്ട് അതിന് വേണ്ടത്. ട്രേഡിംഗ് ലൈസൻസ് അത്ര അങ്ങോട്ട് നിർബന്ധമായിട്ട് എങ്ങും പറഞ്ഞ് കേട്ടില്ല. പക്ഷേ ചേച്ചിയുടെ ക്രീം മേടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ചേച്ചിയുടെ ഈ ക്രീമിൻ്റെ മേളിൽ എന്തെങ്കിലും ലേബൽ വല്ലതും ഉണ്ടോ? അല്ല, അങ്ങനെ ലേബൽ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രേഡിംഗ് ലൈസൻസ് അതിനും മസ്റ്റാണ്. പിന്നെ ഈ വളയം മാലയും ഇതിന് ട്രേഡിംഗ് ലൈസൻസ് വേണം. ഇതൊക്കെ ഉണ്ടോ ചേച്ചി? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇതൊക്കെ അറിഞ്ഞിട്ട് വല്ലതും ആണോ ഇത് ചെയ്യുന്നത്? ചുമ്മാ നാട്ടുകാരെ കൊല്ലാനായിട്ട് ഓരോന്ന് ഇറക്കി വിടരുത്. മക്കളെ പോറ്റണം, പക്ഷേ മക്കളെ പോറ്റാനായിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കച്ചവടങ്ങൾ തുടങ്ങുക. ഇല്ലെങ്കിൽ അധികം വൈകാതെ എല്ലാം പൂട്ടി വീട്ടിയിരിക്കും. ഞാനിപ്പോൾ ഈ ഷാജിദയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മെയിൻ കാരണം, ഇന്നലെ ഈ ഷാജിദയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോയിസ് നോട്ടുകൾ കിടന്ന് കറങ്ങുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ചാനൽ ഞാൻ ഒന്നുകൂടെയും പോയി നോക്കി. അപ്പോൾ ഇവരുടെ കുറച്ച് ഷോർട്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഈ ചേച്ചിക്ക് പ്രത്യേകിച്ച് വലിയ അറിവും ബോധമൊന്നും ഇല്ല. ചുമ്മാ വന്നിരുന്ന് വള ചേച്ചിയുടെ പ്രൊഡക്ഷനെ പറ്റിയും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇരുന്ന് തെറി പറയുക, ചുമ്മാ ഇരുന്ന് അങ്ങ് ആട്ട്, അതും കൊച്ചു പിള്ളേരെ കീഴെ ഇരുത്തിക്കൊണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളാണ് ചേച്ചി ബേസിക്കലി ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെയും പോയി ഞാനൊന്ന് റെഫർ ചെയ്തു, ഒന്നുകൂടെയും ജസ്റ്റ് ഒന്ന് നോക്കി ഇവർ ക്രീമുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ, ഇവർക്ക് ലൈസൻസ് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ എന്ന്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ ചേച്ചി? അതോ ചുമ്മാ ക്രീം ഉണ്ടാക്കി അങ്ങ് വിൽക്കുവാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. പ്രത്യേകിച്ച് മറ്റേ വെള്ളപ്പാണ്ട് പിടിച്ച കണക്കൊക്കെയാണ് ക്രീമൊക്കെ എടുത്ത് മുഖത്ത് രാത്രി ചേച്ചി തേച്ചിട്ട് ലൈവിൽ വന്നിരിക്കുന്നത്. എന്താവുമെന്ന് ആ ക്രീം മേടിച്ചവരൊന്ന് വന്ന് പറഞ്ഞാൽ കൊള്ളാം കേട്ടാ. വല്ലതൊക്കെ പറ്റിയ മുഖമൊക്കെ ഉണ്ടോ അവിടെ തന്നെ? അപ്പോൾ എന്താണെങ്കിലും ചേച്ചി വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്ക്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു വോയിസ് ക്ലിപ്പ് കിടന്ന് കറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, ഒരാൾ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ പറയുന്നുണ്ട്. ഡൽഹി മലയാളി അസോസിയേഷൻ്റെയോ സംതിങ് എന്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇനിയും ഷാജിദ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഷാജിദയുടെ ക്രീമിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടോണേ. അപ്പൊ നമ്മുടെ 2 ക്രീമും ഒരേ ഇതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 999 രൂപ. 999 രൂപ കുഴപ്പമില്ല. 999 രൂപയോ 2000 രൂപയോ ചേച്ചിയുടെ ഇഷ്ടത്തിന് ചേച്ചി ഇറക്കി. മേടിക്കാൻ മണ്ടന്മാരുണ്ടെങ്കിൽ അവർ മേടിക്കും, മുഖത്ത് വാരി പൂശും, അതൊക്കെ ആയിക്കോട്ടെ, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആദ്യമേ ഒരു ക്രീം ഇറക്കുന്നു, വീണ്ടും സെയിം സാധനം തന്നെ അടുത്ത പേരിൽ, അതും ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ ഇവർ വീണ്ടും സെയിം പ്രൊഡക്റ്റ് ഇറക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇറക്കാനായിട്ട് കുറച്ചും കൂടെ എന്നെക്കാളും നന്നായിട്ട് ഈ ഒരു വിഷയമായി, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഓൺലൈൻ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിനകത്തൊക്കെ കുറച്ചും കൂടെയും അറിവുള്ള ആളുകൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ താഴെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണേ. എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുമോ?
സെയിം പ്രൊഡക്റ്റ് തന്നെ പേര് മാറ്റി, അതും ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഇറക്കാൻ പറ്റുമോ? അതിനൊക്കെ ലൈക്ക് ഇപ്പം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ വേണം. പക്ഷെ അതൊന്നുമല്ല. എൻ്റെ സംശയം ഈ കോസ്മെറ്റിക് മാനുഫാക്ചറിങ് ലൈസൻസ്, അതുപോലെയുള്ള ട്രേഡിംഗ് ലൈസൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒന്ന് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഈ സാധനമൊക്കെ ഈ ചേച്ചിക്ക് ഉണ്ടോ? അല്ല, ഈ ചേച്ചിക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സെയിം പ്രൊഡക്റ്റ് തന്നെ, സെയിം പ്രൊഡക്റ്റ് അവർ തന്നെ പറയുന്നു സെയിം പ്രൊഡക്റ്റ്, അങ്ങനെ സെയിം പ്രൊഡക്റ്റ് തന്നെ പേര് മാറ്റി 1, 2, 3 ഒക്കെ ആയിട്ട് വിൽക്കാൻ പറ്റുമോ? എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ ഒരു സംശയമാണേ. എന്തായാലും ഈ ചേച്ചിയുടെ ഈ കലാപരിപാടിയൊക്കെ പല ആളുകളും കാണുന്നുണ്ട്. പലരും ഇവർക്കെതിരെ ഇപ്പം രംഗത്ത് വരുന്നുണ്ട്. ഇവരുടെ ഈ കൊച്ചു പിള്ളേരെ, ആ പിള്ളേർ ഇവരുടെ തന്നെ ഈ പൊടി പൈതങ്ങളെയൊക്കെ വിളിച്ച് ലൈവിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇവർ കീഴെ ഇരുന്നിട്ട് പറയുന്ന വർത്താനം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെതിരെ പലതവണ സംസാരിച്ച ഒരാളാണ്. ഒരിക്കലും അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. അവർ ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. കാരണം 5 പിള്ളേരില്ലേ, അവർക്ക് ജീവിക്കണ്ടേ? നമ്മൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക. ജീവിക്കണം, അല്ലാതെ എല്ലാം പൂട്ടിക്കൊട്ടി അത് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? പട്ടിണി കിടന്ന് ചാവും. അതും കൂടെ നമ്മൾ കാണേണ്ട വരും. അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അവർ ജീവിക്കട്ടെ, പക്ഷെ നാട്ടുകാരെ പറ്റിക്കരുത്. സ്വന്തം പൈതങ്ങളെ ലൈവിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് അവരുടെ ഫ്രണ്ടിൽ ഇരുന്ന് അപരാധം പറയരുത്. ഇങ്ങനെയുള്ള അറിവുകേടുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ത്രീയുടെ അറിവുകേടുകളായിരിക്കാം. അങ്ങനെ അറിവുകേടുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഇവരുടെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് നല്ല പണി ചേച്ചിക്ക് കിട്ടുമ്പം ചേച്ചി ഈ പരിപാടി നിർത്തും. അങ്ങനെ നിയമപരമായിട്ട് ചേച്ചിക്ക് എതിരെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതാണ്. ഞാൻ രമ, ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിങ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡൻ്റാണ്. എൻ്റെ പേരിലൊരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. എങ്കിലും എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഡൽഹി മലയാളി അസോസിയേഷനെന്നോ എയ്മയെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഗോൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന. 1832 അതിൻ്റെ രജിസ്റ്റേർഡ് നമ്പർ. 1832 1832. ഇത് വേണമെങ്കിൽ ആറ്റിയിട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാൻ അതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല, അവരെൻ്റെ മിത്രമല്ല, എനിക്കവരറിയത്തില്ല. 38 വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല. സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും, ഇനി ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. പിന്നെ ഞാനിത് പറഞ്ഞത് ഈ കുറച്ച് ചാനലുകളൊന്നും ഞാൻ കാണാറില്ലെങ്കിലും ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു 6 തവണ നാട്ടിൽ വരുന്ന, അതായത് ശനിയും ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയും ഞായറും, ശനിയാഴ്ച വരും, ഞായറാഴ്ച രാത്രി നിൽക്കും, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല. പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല, എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട്.
എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ ചോദിച്ചാൽ അറിയില്ല. ഡൽഹി മലയാളി കൂട്ടായ്മയുടെ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അതറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. വാട്ട് വെറൈറ്റീസ് അതെൻ്റെ വിഷയമല്ല. ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാതെ തീരുമാനിച്ചതാണ്. എനിക്ക് അതിനൊട്ട് സമയമുള്ള ഒരാളുമല്ല. നമുക്കിവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചാനലല്ല, ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു, തെറി വിളിക്കുന്നു, അങ്ങനെയുള്ള കുറേ ചാനലുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറേ ചാനലുകൾ, അതായത് കുറേ പേര് എനിക്ക് കുറേ സ്ക്രീൻഷോട്ടുകളും കുറേ ലിങ്കുകളും ഒക്കെ അയച്ചു. ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. കോടതിയിലെ കാര്യമാണ് അത്. ചിലപ്പോൾ അതൊക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ആക്ഷൻ ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്ത്. അപ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യൂട്യൂബിലെ പല തരത്തിലുള്ള ലൈവുകൾ, പെയ്ഡ് ലൈവുകൾ, മെമ്പർഷിപ്പ് ലൈവുകൾ പലതും നടക്കാറുണ്ട്. ഞാൻ അതിനകത്തോട്ടൊന്നും വരുന്നില്ല. പക്ഷേ ചില ആളുകൾ, ഷാജിദയെ പോലുള്ള ആളുകൾ സ്വന്തം മക്കളെ കീഴെ ഇരുത്തി തെറി പറയുക, വേറൊരു സ്ത്രീയെ പറ്റി മോശം പറയുക, ഒരിക്കലും ഒരു കുട്ടിയെ കൂടെ ഇരുത്തി പറയാൻ പറ്റാത്ത പലതരത്തിലുള്ള വർത്തമാനങ്ങൾ ഈ ഷാജിദയെ പോലുള്ള ചില ആളുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഷാജിദ ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വീഡിയോയിൽ കുഞ്ഞുങ്ങളെ കീഴെ ഇരുത്തിയിട്ട് പറയുകയാണ്, നാളെ വേറെ ഏതോ ഒരുത്തൻ്റെ പല്ല് അടിച്ചു പൊട്ടിക്കുന്ന കാര്യം പറയുക, എൻ്റെ മക്കൾ വലുതാവുമ്പോൾ ഞാൻ അവരെ കൊണ്ട് നിൻ്റെ പല്ല് അടിച്ചു പൊട്ടിക്കുവാടാ. ഇങ്ങനെ ഏതെങ്കിലും ഒരു അമ്മ പറയുമോ? ഏതെങ്കിലും ഒരു ഉമ്മ പറയുമോ? നിങ്ങൾ പറ. നമ്മുടെ മക്കൾ വളർന്ന് വലുതാവുമ്പോഴത്തേക്ക് അവരൊരു വഴക്കിനും പോവാതെ സമാധാനമായി ജീവിക്കണം, ആരുടെയും നെഞ്ചത്ത് കയറാതെ നന്നായി ജീവിക്കണമെന്നല്ലേ ഏതൊരു ഉമ്മയും ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷേ ഷാജിദയെ പോലുള്ള ചില ആളുകൾ അങ്ങനെ തന്നെ പറയും. ഷാജിദ, നിനക്ക് നീ എന്തൊക്കെ വിഷമം വന്നിട്ട് ഒരു കാര്യമില്ല, കാരണം നീ കാണിക്കുന്നത് വെറും ചെറ്റത്തരമാണ്. സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് വേറൊരുത്തനെ തല്ലിയ, അതൊക്കെ എനിക്കിനി അത് പറയാൻ താല്പര്യമില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഇവർക്കെതിരെ, ഒരു സ്ത്രീ തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരു സ്ത്രീ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കേസ് കൊടുക്കണം. അത് വേറൊന്നിനോ അല്ലെങ്കിൽ ഷാജിദയുടെ, ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ നേരത്തെ ആ ഒരു കാര്യം, ഷാജിദയുടെ ഈ ബ്യൂട്ടി ക്രീമിൻ്റെയും പുതിയ ഈ ഒരു കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഈ കോസ്മെറ്റിക് ലൈസൻസും ഈ ട്രേഡിംഗ് ലൈസൻസും ഒക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ വേണമെന്നാണ്. ചിലപ്പോൾ എന്നെക്കാട്ടിലും, ഞാൻ വീണ്ടും അതാണ് പറയുന്നത്, എന്നെക്കാട്ടിലും ഒരുപാട് അറിവുള്ള ആളുകൾ കാണും. നിങ്ങൾ പറയുക ചിലപ്പം ഇതിൻ്റെ ആവശ്യം, ട്രേഡിംഗ് ലൈസൻസിൻ്റെ ചില കാര്യങ്ങൾക്ക് ആവശ്യം വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോസ്മെറ്റിക് ഒരു ഐറ്റം വിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരു സാധനമൊക്കെ വേണം എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെയാണ് ഇവരിത് ചെയ്യുന്നതെങ്കിൽ അതും പൂട്ടും. അത് പൂട്ടിയാൽ അവരുടെ ആ ഒരു 5 പിള്ളേർ അവരെ ഓർത്തിട്ടാണ്, അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഷാജിദ ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കുക. കാരണം നിനക്ക് അടുത്ത വള്ളി വരുന്നുണ്ട്. ഇങ്ങനെ നീ ഈ പിള്ളേരെ വെച്ചോണ്ട് ലൈവിലിരുന്ന് കാണിക്കുന്നതിന് നിനക്ക് പണി കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ജീവിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കേസും കൂടെ ഒന്ന് സൈഡിൽ കൂടെ നന്നാക്കി നല്ല രീതിയിൽ അത് കൊണ്ടുപോവുക. ഇതും നിനക്ക് കൊണ്ടുപോകരുതൊന്നുമല്ല ഞാൻ പറയുന്നത്. നീ നല്ല രീതിയിൽ യൂട്യൂബിൽ വീഡിയോ ഇട്, നീ നല്ല രീതിയിൽ ലൈവിൽ വാ. നീ വന്നിരുന്ന് ചുമ്മാ സ്വന്തം ഉമ്മാൻ്റെ വീഡിയോ, എനിക്കിനി അത് പറയാൻ വയ്യ, കണ്ടതാണല്ലോ നിങ്ങൾ. സ്വന്തം ഉമ്മാൻ്റെ വീഡിയോ എടുത്തിടുക, സ്വന്തം കുടുംബക്കാരെ തന്തയ്ക്ക് പറയുകയായിരുന്നു. ഇത് തന്നെ. കൂടാതെ മക്കളെ വിളിച്ചിരുത്തിയിട്ട്, മക്കളെ നാളെ വലുതാകുമ്പം നിങ്ങൾ അവനെ തല്ലണം കേട്ടോ, അല്ലെങ്കിൽ നീയൊക്കെ കേട്ടോടാ, നാളെ എൻ്റെ മക്കൾ വലുതാകുമ്പോൾ അവരെ കൊണ്ട് ഞാൻ നിന്നെയൊക്കെ തല്ലിക്കും. ഇങ്ങനെയുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള വിവരക്കേടുകൾ നീ കാണിച്ച് കൂട്ടാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ അഭിപ്രായം, വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.